ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്ററിലോട്ട് പോകാം. ചാപ്റ്റർ യൂണിറ്റ് 5 ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. കാണുന്നുണ്ടോ എല്ലാവരും? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേര് പോലെ തന്നെ, അതായത് ഭാഷാ വികസനം. കുട്ടികളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളോട് പറയുന്നത് കേട്ടോ. അതായത് കുട്ടി ജനിച്ച അന്ന് മുതൽ കുട്ടിക്ക് ഉണ്ടാകുന്ന ഓരോ സ്റ്റേജിലും കുട്ടിക്ക് ഉണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അവരുടെ വളർച്ചയുടെ സ്റ്റേജിൽ കുട്ടി വളരുന്നതിനനുസരിച്ചിട്ട് അവന്റെ ലാംഗ്വേജിൽ എന്ത് വരാം, മാറ്റങ്ങൾ വരാം. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട്, PDF-ലോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ടേബിള് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ടേബിള് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഞാൻ ടേബിൾ ഇവിടെ എടുത്തിടാം, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ അത് എഴുതി എടുക്കുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ മാം. മൈൽസ്റ്റോൺസ് റിലേറ്റഡ് ടു സ്പീച്ച് ആൻഡ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ബർത്ത് തുടങ്ങി അപ് ടു 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് ഈ ഒരു ബർത്ത് സ്റ്റേജ് തുടങ്ങി 5 വയസ്സ് വരെയുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടികൾ പൂർണ്ണമായിട്ടും ഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് പഠിച്ചു വരുന്ന ഒരു സ്റ്റേജ് ആണത് ബർത്ത് ടു 5 ഇയേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജനിച്ച ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കുഞ്ഞിന് ലാംഗ്വേജ് ഉണ്ട് അല്ലെങ്കിൽ അവന് ഭാഷ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയാനായിട്ട് പറ്റില്ല അല്ലെ. നമ്മൾ അവന്റെ ഓരോരോ വയസ്സ്, 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് അങ്ങനെ ഓരോ വയസ്സ് കഴിയുന്തോറും കുറേശ്ശെ വേർഡ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് കുട്ടി ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ബർത്ത് ടു 5 മന്ത്സ്, ജനിച്ചന്ന് തുടങ്ങിയിട്ട് കുഞ്ഞിന് ഒരു 5 മാസം പ്രായമാകുന്നത് വരെ കുഞ്ഞിലുണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഓക്കെ, മനുഷ്യനൊന്ന് വായിച്ചേ അത്. ബർത്ത് ടു 5 മന്ത്സ്. മുഹ്സിന എന്നാണല്ലേ പേര്? മുഹ്സിന മജീദ് ഇതില്ലേ? നിത്യ പ്രതീക്ഷ ഒന്ന് വായിക്കാമോ? നിത്യ. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മാം. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആരാണ് വായിക്കുക പിന്നെ? ബാക്കി ആളുകൾ ശ്രീലക്ഷ്മി. Milestones related to speech and language. Birth to 5 months. Whose vocalizes pleasure and displeasure sounds differently. Laughs, giggles, cries, or fusses. Makes noise when talked to. ഓക്കെ, എന്താണ് മനസ്സിലായത് ശ്രീലക്ഷ്മി വായിച്ചതിൽ നിന്ന്? അത് നമ്മുടെ കുട്ടികൾ ജനിച്ച 5 മാസത്തിനുള്ളിൽ അവര് വലുതായിട്ടൊന്നും പറയില്ല, പക്ഷെ ഊന്നുള്ള അങ്ങനത്തെ സൗണ്ട്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ആദ്യം കരയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഫാനോ ലൈറ്റോ അങ്ങനത്തെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാല് അവർക്കത് വേണമെന്നുള്ളൊരു എക്സ്പ്രഷനിൽ കൈയും കാലും ഇട്ടടിച്ചിട്ട് എപ്പോഴും നമ്മൾക്ക് കേൾക്കണ ഒരു സൗണ്ടാണ് ഈ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആദ്യം പറയുക. പ്രത്യേകിച്ച് ഈ ഫാൻ കറങ്ങണ നോക്കിയിട്ടൊക്കെ അവർ അങ്ങനത്തെ ഒരു എന്നാണ് പറയുക. പിന്നെ രണ്ടാമത് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവർ പല പല ശബ്ദത്തിലൂടെയാണ് നമ്മൾ വിചാരിക്കും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന്, പക്ഷെ അവരുടെ ആ ഒരു ടോണ് അനുസരിച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആണ് അവര് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ചില ത്രോട്ടിൽ നിന്നൊക്കെ ഒരു പ്രത്യേക തരം ശബ്ദങ്ങൾ, അത് കുട്ടികൾക്ക് മാത്രമേ അങ്ങനത്തെ ശബ്ദം കാണിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ തിരിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പല രീതിയിലുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളിലൂടെയാണ് നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് റിയാക്ട് ചെയ്യണത്. ഇപ്പൊ ബർത്ത് ടു 5 മന്ത്സ്, ജനിച്ചന്ന് തുടങ്ങി 5 മാസം വരെ കൂസ് എന്ന് പറയുന്നത്, അതായത് ചെറിയ ചെറിയ ഞരക്കങ്ങളും മൂളലുകളെയും ആണ് ഈ
സൗണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും കാണുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ അവരെന്ത് ചെയ്യുന്നു, ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും, ചെറിയ ചെറിയ ഞരക്കങ്ങൾ. ഓക്കെ. അതുപോലെ തന്നെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും വ്യത്യസ്തമായിട്ട് ശബ്ദിക്കുന്നു. ഓക്കെ. അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുവാണെങ്കിലോ അല്ലെങ്കിൽ സങ്കടം വരുവാണെങ്കിലോ വ്യത്യസ്ത ശബ്ദത്തിലായിരിക്കും അവരെന്ത് പറയുന്നത്, ശബ്ദിക്കുന്നത് കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ കരച്ചിൽ വരുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരുമ്പോൾ എന്താ പറയാ അവര് പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവര് സംസാരിക്കുന്നത് നോക്കി ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണിത്, ഈ ഒരു ബർത്ത് ടു 5 months എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞുങ്ങള് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങള് നമുക്ക് പ്രത്യേകിച്ച് അറിയാം, അവരുടെ വായിൽ തുപ്പല് വരുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ബാബിൾസ് എന്നാണ് അതിനെ പറയാ. അതിങ്ങനെ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചില ചെറിയ ശബ്ദങ്ങള് പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. അതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്. പിന്നെ അച്ഛനമ്മമാരെന്താണോ പറയുന്നത്, അപ്പൊ അവരോട് ആരെന്ത് സംസാരിച്ചാലും അത് ചെറിയ ചെറിയ മൂളലുകളോ ചിരിച്ചുകൊണ്ട് മൂളുന്നതോ അല്ലെങ്കിൽ ഒച്ചയെടുക്കുന്നതോ ഒക്കെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ബർത്ത് ടു 5 months എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക. ചെറിയ കുഞ്ഞുങ്ങളാരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? അമ്മമാരാരെങ്കിലും ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങളുടെ 5 മാസം വരെയുള്ള പ്രായമുള്ള? 8 മാസം. 8 മാസം. ഓക്കെ. എന്താണ് കുഞ്ഞ് എന്തൊക്കെയാണ് കാണിക്കുന്നത്? എക്സ്പീരിയൻസ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഓൺ ചെയ്യുമ്പോ അടുത്ത് തന്നെ ആളിരിക്കുക. സൗണ്ട് ഓരോന്നും ഇവിടുന്ന് ഉണ്ടാക്കും, ഫോണിനെ പിടിച്ചു വലിക്കും. ഇവിടുന്ന് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോ അവരെന്തോ ഇതില് കേൾക്കുകയല്ലേ, അപ്പൊ അതിനനുസരിച്ച് അവര് റിപ്ലൈ അവിടെ പാടും. ഇത് വലിയ ആളുടെ സൗണ്ടാണ്, രണ്ടാളും അടുത്താണ്. നിങ്ങൾ സംസാരിക്കുമ്പോ ശ്രുതിയാണോ? ശ്രുതി എന്നല്ലേ പേര്? ശ്രുതി സംസാരിക്കുമ്പോൾ അതിനെ നോക്കിയിട്ട് എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ അവളോട് എന്തെങ്കിലും സംസാരിക്കും. അവള് കുട്ടിയോട് സംസാരിക്കുമ്പോ കുട്ടി ചിരിച്ചിങ്ങോട്ട് നമ്മളോട് റിപ്ലൈ തന്നാലും അങ്ങനെ ഒരു ഇതും ചിരിക്കും, നല്ല സൗണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് ബർത്ത് ടു 5 months വരെ ഉള്ളത് കേട്ടോ. ഇനി 6 to 11 months ഒരാൾ. മാം, നമ്മളെ ഹിന്ദുക്കളുടെ ഇടയിൽ ഇങ്ങനെ പറയുവേ, മറ്റ് കാസ്റ്റ് എനിക്കറിയില്ല, ഹിന്ദുസിന്റെ ഇടയിൽ മാം ഈ പറഞ്ഞ പോലെ തുപ്പല് വെച്ചിട്ട് കുട്ടികൾ ഏകദേശം ഒരു 5 മാസമൊക്കെ ആവാറാകുമ്പോ അവരുടെ ഏറ്റവും ഒരു പറയണ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കില്ലേ, അപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ പറയാ ഉപ്പ് ഉപ്പ് എന്നാണ് പറയണേ. ശരിക്കും ഉപ്പ് എന്നല്ല പറയണേ, അത് ചോറൂണ് അടുക്കുമ്പോ കുട്ടി ഉപ്പ് ചോദിക്കണതാണ്, കുട്ടിക്ക് ഉപ്പ് കൊടുക്കാറായി. അത് വെറും ഒരു അന്ധവിശ്വാസമായിരിക്കും. പക്ഷെ ആ 5 മാസം അടുക്കുമ്പോ കുട്ടികളെ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സൗണ്ടാണ് ഉണ്ടാക്കുക, തുപ്പൽ നന്നായിട്ട് പതിപ്പിച്ചിട്ട്. അപ്പൊ കാരണവന്മാരൊക്കെ പറയാ അവര് ചോറൂണ് അടുത്തിട്ട് ഉപ്പ് കഴിക്കാനാണ് ഉപ്പ് എന്ന് പറയണേന്ന്. മാം ഈ തുപ്പലിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, ശരിയാണ്. അങ്ങനെ പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ. ഓക്കെ. 6 to 11 months ഒരാളൊന്ന് വായിച്ചേ. ഞാൻ വായിക്കാം മാം. Understand? No, no. Bubbles says ba ba ba, says ma mama or dada without meaning. Tries to communicate by action or gestures. Tries to repeat your sounds. Says first word. Understands no no. ഇല്ല ഇല്ല എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ വേണ്ട വേണ്ട എന്ന് മനസ്സിലാക്കുന്ന ഒരു എന്താ പറയാ സ്റ്റേജ് ആണ് ഈ 6 to 11 months എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാലൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവര് തലയാട്ടും അല്ലെ, അല്ലെങ്കിൽ അത് എന്താ പറയാ ഒരിക്കലും അവര് കൂട്ടാക്കില്ല കഴിക്കാനായിട്ട്. കുറുക്കൊക്കെ കൊടുക്കുമ്പോഴോ പാലൊക്കെ കൊടുക്കുമ്പോഴോ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ തലയാട്ടുന്നത് കാണാം, അല്ലെങ്കിൽ വേണ്ട എന്ന് ഒരു റിജക്ഷൻ രൂപേണ എക്സ്പ്രഷൻ ഇടുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോ അതിനെയാണ് അണ്ടർസ്റ്റാൻഡ്സ് നോ നോ, അതായത് ഇല്ല ഇല്ല അല്ലെങ്കിൽ വേണ്ട വേണ്ട എന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്ന
ഒരു സ്റ്റേജ് ആണെന്ത് ഈ ഒരു 6 to 11 months എന്ന് പറയുന്നത്. പിന്നെ ബാബിൾ സേസ് ബാ ബാ ബാ, ബാബിൾ സേസ് ബാബിൾ സൗണ്ട്സ് ഉണ്ടാക്കുന്നു, ബാ 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 അങ്ങനെയുള്ള സൗണ്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. പിന്നെ മാമ ഡാഡ എന്ന് ഉച്ചരിക്കാനായിട്ട് തുടങ്ങും വിതൗട്ട് മീനിങ്, അതായത് മീനിങ് ഇല്ലാതെ, അവർക്ക് അർത്ഥം അറിയില്ല. അതിപ്പോ അവര് മാമ ഡാഡ എന്നൊക്കെ വിളിക്കുന്നതിന്റെ അർത്ഥം ശരിക്കും അറിയില്ല, എന്താണ് അതിന്റെ അർത്ഥം എന്ന് കൂടി അവർക്ക് അറിയില്ല. എന്നിരുന്നാലും അവർക്ക് അവരുടെ നിന്ന് വരുന്ന ഫസ്റ്റ് വേർഡ്സ് ആണ് മാമ ഡാഡ എന്ന് പറയുന്നത്. അപ്പൊ അച്ഛനമ്മമാരെ അവര് വിളിക്കുന്നതാണിത് മാമ. വേറെ പലരും വേറെ പല പേരുകളും വിളിക്കും കേട്ടോ. അമ്മ ചിലവര് മാ എന്ന് വിളിക്കും, ചിലവര് പാ എന്ന് വിളിക്കും, അച്ഛനാണെങ്കിൽ പാ എന്ന് വിളിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആക്ഷൻസിലൂടെയും ഗസ്റ്റേഴ്സിലൂടെയും മറ്റുള്ളവരിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആശയവിനിമയം നടത്തുന്നതിന് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പല പല ആക്ഷൻസും അതുപോലെ തന്നെ ഗസ്റ്റേഴ്സും ഒക്കെ ഉപയോഗിക്കും. ട്രൈസ് ടു റിപ്പീറ്റ് യുവർ സൗണ്ട്സ്, നമ്മൾ പറയുന്ന സൗണ്ടുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങള് അവര് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു പീരീഡ് കൂടിയാണിത് 6 to 11 months എന്ന് പറയുന്നത്. പിന്നെ സേഫ് ഫസ്റ്റ് വേർഡ്, അവര് ആദ്യത്തെ വേർഡ് പറയാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് കൂടിയാണിത് 6 to 11 months. ഓക്കെ, എഴുതിയെടുത്തോളൂ. എന്തെങ്കിലും കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ മറ്റുള്ളവർക്കും അതൊരു നോളജ് ആവില്ലേ ഷെയർ ചെയ്യുമ്പോൾ. അമ്മമാരുണ്ടെങ്കിൽ പറയാം. ഞാൻ നിങ്ങളെ കൊണ്ട് ആദ്യം ഇത് പറയിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് വൺ 12 to 17 months. ആരാ പറയാം? ഒരാള് പറയട്ടോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ഇതിനകത്ത് കുറെ അധികം ആളുകൾ ഉണ്ടല്ലോ. ഞാൻ വായിക്കാം. ഓക്കെ, 12 to 7 months. Answer simple questions non-verbally. Says to 3 words to label to person or object. Pronunciation may not be clear. Tries to imitate simple words. Vocabulary of 4 to 6 words. എന്താ മനസ്സിലായത് വായിച്ചിട്ട്? വായിച്ചിട്ട് അങ്ങനെ എനിക്ക് വായിക്കാനേ അറിയത്തില്ല, ഇംഗ്ലീഷിന്റെ അർത്ഥം പറയാൻ അറിയത്തില്ല. മാത്രമല്ല എനിക്ക് വയ്യ കിടക്കാണ്, ഞാൻ കിടന്നോണ്ടാ കേൾക്കുന്നത്. വേറെ ആരാ പറയാ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് എന്താണെന്ന്? സിമ്പിൾ അല്ലേ? ഞാൻ പറയാം മാം. മനസ്സിലാവുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. മാം, സിമ്പിൾ ക്വസ്റ്റ്യനുള്ള ആൻസർ ഒക്കെ അവർ തരാൻ തുടങ്ങും. പിന്നെ 2-3 വേർഡ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങും. പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആയിരിക്കില്ല, അവര് വ്യക്തമായിട്ടായിരിക്കും സംസാരിക്കുക. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ 6 വേർഡ്സിന് കൂടുതൽ അവർ സംസാരിക്കാൻ തുടങ്ങും. അടുത്തത് പറഞ്ഞേ, 18 to 23 months. വായിക്കട്ടെ. വായിച്ചോളൂ. 18 to 23 months. Vocabulary of 50 words. Pronunciation
is often unclear. Ask for common foods by name. Makes animal sounds such as moo. Starting to combine words such as more milk. Begins to use pronouns such as mine. Uses two words phrases. പറയട്ടെ മാമ. പറഞ്ഞോളൂ. 50 വേർഡ്സിൽ കൂടുതൽ അവർ സംസാരിക്കാൻ തുടങ്ങും. 18 മുതൽ 23 മാസം വരെ ആകുമ്പോഴേക്കും 50 വേർഡ്സിൽ കൂടുതൽ അവർ സംസാരിക്കും. അതും അൺക്ലിയർ ആയിരിക്കും. പിന്നെ അവര് ഫുഡിന്റെ നെയിം വെച്ച് ഇപ്പോ വെള്ളം അതിന് പകരം വേറെ വല്ല മൊമ്മന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുക. ഫുഡിന്റെ നെയിം ഒക്കെ നമ്മൾ എന്താണോ അവർക്ക് കൊടുത്തിട്ടുള്ളത് ആ നെയിം വെച്ച് തന്നെ അവര് നമ്മളോട് ഫുഡ് ചോദിക്കും. പിന്നെ ആനിമൽസിന്റെ സൗണ്ട്സ് മൂ, ബൗ ബൗ, കാക്ക എന്നൊക്കെയുള്ള സൗണ്ട്സ് ഒക്കെ അവർ പറഞ്ഞു തുടങ്ങും. പിന്നെ കൂടുതൽ വേണം, എന്തെങ്കിലും ആവശ്യം ഇനിയും വേണം എന്നുള്ള, ഇനിയും പാല് വേണം എന്നൊക്കെയുള്ള വാക്കുകൾ അവർ ആ പ്രായത്തിൽ പറയും. പിന്നെ പ്രനൗൺസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ, എനിക്ക് എന്നൊക്കെയുള്ള വേർഡ്സ് ഒക്കെ അവർ പറയാൻ തുടങ്ങും. പിന്നെ ലാസ്റ്റ് യൂസസ് ടു വേർഡ് ഫ്രെയിംസ്. രണ്ട് വേർഡ്സ് ഉള്ള കണക്ഷൻ, രണ്ട് വേർഡ്സിനെ കണക്ട് ചെയ്തിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങും. പിന്നെ മാം എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾ സംസാരിക്കുന്നത് വെച്ചിട്ടാണ് നമുക്ക് അച്ഛൻ, അമ്മ എന്നൊക്കെ പേര് വന്നത് എന്ന് ഞാൻ ഓവർ തിങ്ക് ചെയ്യും. അത് ഞാൻ എൻ്റെ മോക്ക് ഞാനാണ് അമ്മ, അമ്മ എന്നെ വിളിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അച്ഛ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ അമ്മാന്ന് എന്ന് നമ്മളെ തന്നെ വിളിക്കും അവര്. അപ്പം അവര് പറയുന്ന വേർഡ് വെച്ചാണ് നമുക്ക് അമ്മ എന്നും അച്ഛൻ എന്നും ഒക്കെ പേര് വന്നത്. മാമ, ഡാഡ എന്നൊക്കെയുള്ള അവര് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഇത് വെച്ചാണ് നമുക്ക് പേരിട്ടിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. താങ്ക് യു മൃദുല. അത് ശരിയാണ് മാം. എന്താണ്, എന്റെ മോൻ എന്നെ ഇതുവരെ അമ്മ എന്നല്ല വിളിക്കുക. ഇവിടെ എല്ലാരും എന്നെ ചിഞ്ചു എന്നാണ് പെറ്റ് നെയിമിലെ വിളിക്കാറ്. അവര് ഇനിയും എന്നെ അങ്ങനെ വിളിക്കുക. അമ്മ എന്ന് വിളിക്കീ പറഞ്ഞാലും അവൻ അമ്മ എന്ന് വിളിക്കില്ല. അവനത് ഇഷ്ടല്ല. എന്റെ അമ്മനെ ഞാൻ അമ്മ എന്ന് വിളിക്കില്ല, എന്റെ ഫ്രണ്ടാണ്, ഞാൻ ചിഞ്ചു എന്നേ വിളിക്കുള്ളൂ എന്ന് ഇപ്പോ LKG ചേർത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ വിളിക്കാറുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. നമ്മൾ അമ്മ എന്ന് വിളിക്കാൻ എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും ചില കുട്ടികളെ വിളിക്കാറുള്ളൂ. ചിലർ എന്താണോ കേൾക്കുന്നത് അതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് അവൻ അങ്ങനെ വിളിക്കാറ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 12 to 17 months ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി. അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വാക്കുകളില്ലാതെ ഉത്തരം നൽകും. ചിലപ്പോ വാക്കുകൾ വരുന്നുണ്ടാവില്ല, പക്ഷെ അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ തലയാട്ടുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ അതിനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോട്ട് വെർബലി. Say 2 to 3 words to label a person or object. Pronunciation may not be clear. അതുപോലെ തന്നെ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 മുതൽ 3 വരെയുള്ള വേർഡ്സുകൾ ഉപയോഗിക്കുന്നു. ഈ വേർഡ്സുകൾ ഉപയോഗിക്കുന്നത് പ്രൊനൗൺസിയേഷൻ ചിലപ്പോ ക്ലിയർ ആകണം എന്നില്ല, അവർ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാകണം എന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആനിമലിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ തന്നെ ഒരു ഫാമിലി മെമ്പറിനെ കാണുമ്പോഴോ അവരെ ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 അല്ലെങ്കിൽ 3 വാക്കുകൾ അവർ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ, ദെൻ സിമ്പിൾ വേർഡ്സ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ, നമ്മൾ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു 12 to 17 months എന്ന് പറയുന്നത്. വൊക്കാബുലറി ഓഫ് 4 to 6 words. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് കുട്ടികൾക്ക് വൊക്കാബുലറി എന്ന് പറയുന്നത് 4 തുടങ്ങി 6 വേർഡ്സ് വരെയാണ്. 4 to 6 words വരെ അവര് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം. ഓക്കെ, ദെൻ 18 to 23 months ആണ് പറയാൻ പോകുന്നത്. വൊക്കാബുലറി ഓഫ് 50 words. Pronunciation is often unclear. ഈ ഒരു പ്രായമാകുമ്പോഴത്തേനും അവരുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് 50 വേർഡ്സിൽ ഒതുങ്ങും, 50 വേർഡ്സ് ആകും. പക്ഷെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണം എന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കോമൺ ഫുഡുകൾ അവർ പേരെടുത്ത് ചോദിക്കാനായിട്ട് തുടങ്ങും. നമ്മളോട് ചോദിക്കും, അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ
അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പൊ പാല് വേണം എന്നായിരിക്കാം, അല്ലെങ്കിൽ ചോറ് വേണം എന്നായിരിക്കാം, അല്ലെങ്കിൽ കുറുക്ക് വേണം എന്നായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് പേരെടുത്ത് നമ്മളോട് വന്ന് ആവശ്യപ്പെടാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് ഇത് 18 to 23 months എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അനിമൽ സൗണ്ട്സ് അവരുണ്ടാക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ പൂച്ചയെ കാണുമ്പോഴും മൂ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മ്യാവ് എന്ന് പറയുന്നു. പട്ടിയെ കാണുമ്പോഴും ബൗ 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 അങ്ങനെയുള്ള ശബ്ദങ്ങൾ അവരുണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവികൾ എന്ത് ചെയ്യുന്നു, അവരുടെ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് 18 to 23 months എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പൈൻ വേർഡ്സ് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അതായത് രണ്ട് വേർഡുകളെ തമ്മിൽ കൂട്ടി പറയാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ മോർ മിൽക്ക്, കൂടുതൽ പാല് എന്നാണല്ലോ മോർ മിൽക്കിന് അർത്ഥം, അല്ലെങ്കിൽ എനിക്ക് പാല് വേണം. അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് പറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ ബിഗിൻസ് ടു യൂസ് pronouns such as mine, എന്റെ എന്നുള്ള വേർഡ് പറയാനായിട്ട് തുടങ്ങും. അവരുടെ ടോയ് ആണെങ്കിൽ അത് എന്റെ ടോയ് ആണ്, അവരുടെ ഫുഡ് ആണെങ്കിൽ അത് എന്റെ ഫുഡാണ്. ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെന്റെ ചോക്ലേറ്റ് ആണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫാമിലിയില് ഇപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞും അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്റേത് നിന്റേത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞ് മനസ്സിലാക്കാനും അത് പറയാനും തുടങ്ങുന്ന ഒരു ഏജ് ആണ് 18 to 23 months എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ട് വേർഡ് ഫ്രേസസ്, കണക്ഷൻ വരുന്ന രണ്ട് വേർഡുകളെ തമ്മിൽ ഇതാക്കുന്നു, ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് 18 to 23 months. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? Then 2 to 3 years ഒരാൾ വായിക്കുക കേട്ടോ. 2 to 3 years. ആ 2 to 3 years. No, some special നാണോ? മീൻസ് അവിടെ സ്പെഷ്യൽ ആണ് കേട്ടോ. concepts such as in or on. Knows pronouns such as you, me or her. Knows descriptive words such as big or happy. Uses 3-word sentences. Speech is becoming more accurate but may still leave off ending sounds. Strangers may not be able to understand much of what is said. Answer simple questions. Begins to use pronouns such as you or I. Uses question inflection to ask for something such as may, bowl. Begin to use plural such as shows or socks, shoes or socks, and regular past tense verbs such as jumped. അതായത് കുറച്ച് വേർഡ്സ് ഒക്കെ പറയും. അതായത് അകത്തുണ്ടെന്ന, പുറത്തുണ്ടെന്ന, മുകളിലുണ്ടെന്ന അങ്ങനൊക്കെ ചോദിക്കുമ്പോൾ പറയും. പിന്നെ അതുപോലെ തന്നെ ഇത് നിന്റെ, അതെന്റെ, അവളുടെ, അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇത് എന്താണ്, വലുതാണ്, അങ്ങനെ ചെറുതാണെങ്കിൽ ചെറിയതാണെങ്കിൽ ചെറുത്, വലുത്, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ സെന്റൻസുകൾ പറയും. 2-3 വേർഡ്സ് ആ സെന്റൻസ് ഒക്കെ ആക്കിയിട്ട് പറയും ചെറുതായിട്ട്, 2-3 വയസ്സിലിട്ട്. പിന്നെ കറക്റ്റ് ആയിരിക്കില്ല, അവരുടെ സംസാരം ക്ലിയർ ആയിരിക്കൂല എന്നെങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവർക്ക്, സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാവില്ല എന്താണ് ഇവര് പറയുന്നതെന്ന്. എല്ലാ അമ്മമാര് ഇവര് കൂടെ ഉള്ളവർക്കൊക്കെ അടുത്തറിയുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യും. ഇത് പന്തെവിടെ, ഇതെവിടെ ഉണ്ടോ, എന്തെങ്കിലും കാര്യം എവിടെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാല് അത് ഇവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെറിയത് ആൻസർ പറയും. പിന്നെ യു ഓർ ഐ ബിഗിൻ ടു യൂസ് മോർ പ്രൊനൗൺസ്. അതായത് അതെനിക്ക് മനസ്സിലായില്ല, നിങ്ങളുടെ എന്റെ എന്നൊക്കെ എന്നുള്ളതായിരിക്കും. എനിക്കത് മനസ്സിലായില്ല കേട്ടോ. ഉള്ള വേർതിരിവും കാര്യങ്ങളൊക്കെ വരാനായിട്ട്
തുടങ്ങുന്ന ഒരു തുടങ്ങും. കാലഘട്ടം. യൂസ് ക്വസ്റ്റ്യൻ ഫ്ലഷ് അതായത് സച്ചാസ് മൈ ബോൾ, അത് എന്റെ ബോൾ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യം എന്റെ നിന്റെ ഇത് അവരുടെയാണ് അത് അങ്ങനെയൊക്കെയുള്ള ഓരോന്നും പറഞ്ഞു തുടങ്ങും. Begins to use plural such as shoes or socks. Regular past tense or such as jumped. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. അതായത് ചില സ്പെഷ്യൽ കൺസെപ്റ്റുകൾ ഇവർ പറയാനായിട്ട് തുടങ്ങും. ഇൻ ഓർ ഓൺ, അതായത് ഉള്ളിൽ അല്ലെങ്കിൽ മീതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, അകത്ത് എന്തെങ്കിലും എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, പെട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ അലമാരയുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഉള്ളിലാണ്, എന്റെ ടോയ് അതിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ടേബിളിന്റെ മീതെയാണ് എന്റെ ടോയ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ ഇവർ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് 2 to 3 years എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില പ്രൊണൗൺസുകൾ ഉപയോഗിക്കുന്നു. ഏത് പ്രൊണൗൺസ് ആണ്? അതായത് എന്താ പറയാ, നിന്റെ അല്ലെങ്കിൽ എന്റെ, അവളുടെ അല്ലെങ്കിൽ അവന്റെ, ഹർ ഓർ ഹെർസ് ഓർ യു അല്ലെങ്കിൽ മീ, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് സച്ച് ആസ് ബിഗ് ഓർ ഹാപ്പി, അതായത് വലിയത്, വലുത് അല്ലെങ്കിൽ സന്തോഷം തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. അതായത് ബിഗ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാം, കുട്ടിക്ക് എലിഫന്റിനെ കാണിച്ചു കൊടുക്കുകയാണ്. എലിഫന്റിനെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടിയുടെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ഹാപ്പിനെസ് എന്നും പറയുന്നത് വളരെ വലുതാണ്. കാരണം ഈ കരയിലെ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നത്, അല്ലെ? അതിനേക്കാൾ വലിയൊരു ജീവി ഈ കരയിൽ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഇല്ല എന്ന് പറയാം. അപ്പൊ അതിനെ കാണിക്കുമ്പോൾ എന്താ പറയാ, കുട്ടി കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു എന്തോ ഒരു സംഭവമാണ് ഇതെന്ന് കുട്ടിക്ക് തോന്നുകയാണ്. അപ്പൊ അതിനെ കാണുമ്പോൾ വലുത് എന്നുള്ള രീതിയിൽ കുട്ടിയുടെ കണ്ണൊക്കെ തള്ളുന്നത്, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി കണ്ണൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കും. കുട്ടിയുടെ ഫേസിൽ ആ എക്സ്പ്രഷൻ ഉണ്ടാവും ആനയെ കാണുമ്പോൾ. അതുപോലെ തന്നെ ആന എന്ന് പറയുന്നത് വലിയ ജീവിയാണ്, ആന കറുത്ത നിറമുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് 2 to 3 years എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഇവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഹാപ്പിനെസ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ 3 word sentences, 3 വേർഡ്സ് വെച്ചിട്ട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. Then speech is becoming more accurate, അതായത് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നിട്ട് കുറച്ചും കൂടി അവർ പറയുന്ന വാക്കുകൾ കൃത്യതയോടുകൂടി ആക്യുറേറ്റ് ആയിട്ട് അവർ പറയാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിന് ചിലപ്പോൾ ഇത് മനസ്സിലാവണം എന്നില്ല. നമ്മുടെ ഫാമിലിക്കുള്ളിലെ ആളുകൾക്ക് കുട്ടി പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പക്ഷെ സ്ട്രേഞ്ചേഴ്സിന് എന്താ മനസ്സിലാക്കണം എന്നില്ല. ഇവര് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ക്ലിയർ ആകണമെന്ന് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? ആൻസർ പറയുന്നു. അതുപോലെ തന്നെ എന്റെ അല്ലെങ്കിൽ നിന്റെ അങ്ങനെയുള്ള പ്രോനൗണുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇവർ പറയാനായിട്ട് തുടങ്ങുന്നു. മൈ ബോൾ അല്ലെങ്കിൽ മൈ ടോയ്, എന്റേതാണ്, അങ്ങനെയുള്ള വേർഡ്സുകൾ കമ്പൈൻ ചെയ്ത് പറയാനായിട്ട് തുടങ്ങുന്നു. ദെൻ പ്ലൂരൽ നൗൺസ് ഉപയോഗിക്കുന്നു. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ പ്ലൂരൽ ആയിട്ട് കണക്കാക്കുക, അല്ലെ? ഇപ്പൊ പ്ലൂരൽ നൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷൂസ് വരാം, അതുപോലെ സോക്സ് വരാം. പിന്നെ പാസ്റ്റ് ടെൻസിലുള്ള വെർബുകൾ, അതായത് കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ ജമ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്, ചാടി എന്ന് കൊടുത്തിട്ടുണ്ട്. പാസ്റ്റ് ടെൻസിലുള്ള ഫോമുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്ലൂറൽ നൗൺസ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു 2 to 3 years വരെയുള്ള ഒരു സ്റ്റേജിലാണ്. ഓക്കെ, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാട്ടോ. ഇതിൽ നിന്നും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ കൂടുതലായിട്ട് നിങ്ങളുടെ കുട്ടികളിൽ കണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കേട്ടോ, എന്തെങ്കിലും 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അമ്മമാരുണ്ടോ ഇതിനകത്ത്? ഇല്ല. എന്താണ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ? 2 to 3 years.
എന്തൊക്കെയാണ് കുഞ്ഞു പറയുന്ന വാക്കുകൾ? ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. എന്റെ മോള് എന്റെ പൊതുവെ എല്ലാം സംസാരിക്കും. ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ തിരിച്ച് സംസാരിക്കും. പിന്നെ അവളെല്ലാത്തിലും ഫുൾ ആക്റ്റീവാണ്. ഓക്കെ. എല്ലാരും ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും അല്ലെ? അങ്ങനെയാണോ പറയുന്നത്? നമ്മൾ ചോദിക്കുന്നതിനുള്ള മറുപടി പൊതുവെ എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ട് നന്നായിട്ട് സംസാരിക്കും. എന്തിനെ കണ്ടാലും അത് ഇന്നതാണെന്ന് പറഞ്ഞ് സംസാരിക്കും. കാരണം എനിക്ക് മൂത്തത് ഒരു ആൺകുട്ടി ഉണ്ട്. അവന് 5 വയസ്സായി. അവനെ കണ്ടിട്ടാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് മൊത്തത്തില്. പൊതുവെ എല്ലാ കാര്യവും സംസാരിക്കും. പിന്നെ അതുപോലെ അടുത്തുള്ള ആൾക്കാരോടും പിന്നെ വീട്ടില് നന്നായിട്ട് സംസാരിക്കും. എല്ലാ കാര്യവും സംസാരിക്കും. ഓക്കെ. നിങ്ങൾ എഴുതിയെടുത്തോ? ഇത് എഴുതിയെടുത്തോ? 3 to 4 years എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. നിഹാൽ എന്വരാണോ വേറെ പറയാനുള്ളത്? 2 to 3 years വരെയുള്ള കുട്ടിയുടെ അമ്മയാണോ? അതെ അതെ, എന്റെ മോൻ അത്യാവശ്യം നന്നായി സംസാരിക്കും. പിന്നെ ഓരോന്ന് കാണുമ്പോൾ ചോദിക്കും ഇത് എന്താണെന്ന് അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ മൂത്ത മോൻ 10 വയസ്സായി. അവനെ കണ്ടിട്ടാണ് കൂടുതലും നന്നായി സംസാരിക്കുന്നത്. പിന്നെ മറ്റുള്ളവരെ കാണുമ്പോ പരിചയമില്ലാത്തവരെ കാണുമ്പോ ഹായ് ഹലോ അങ്ങനെയൊക്കെ പറയും. പിന്നെ ചില വാക്കുകളൊക്കെ പറയുന്നത് ചില സോപ്പിന് പകരം സോപ്പിനെ പോത്തുന്നാണ് പറയാ. സോപ്പും പൊടിക്ക് പോത്തും പൊടി അങ്ങനെയൊക്കെ. ചിലത് ക്ലിയർ അല്ല, കുറച്ച് വ്യത്യസ്തമാണ്. അത് കേൾക്കാൻ നല്ല രസമാണ്. പുറത്തുള്ളവർക്ക് മനസ്സിലാവും കൂടുതൽ ഈ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ, എന്തിനെ കണ്ടാലും അവർക്ക് അതിനെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടുതലാ തോന്നുന്നു. കാരണം എന്ത് കണ്ടാലും ചിലപ്പോ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ ചോദിക്കും ഇതാരാ, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു ആരാ ചോദിക്കും. അല്ലെങ്കിൽ പോണവരോട് നമ്മളോട് ചോദിക്കും ഇതാരാ പോണ് ചോദിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കണ്ടത് എന്താണ് എന്തിനാണ്, ഇതൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കും. അതെ, ഒരു പ്രത്യേകത ഈ ടൈമിലാണ് തോന്നുന്നത് കൂടുതൽ എല്ലാത്തിനെയും കുറിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ മോക്ക് 2 year ആയി മാം. പക്ഷെ ഇപ്പോ ഈ മന്തിൽ 2 year ആയതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിന്റെ മേലത്തെ ബോക്സിലുള്ള പ്രത്യേകതകളൊക്കെയാണ് ഇവള് കാണിക്കാറ്. 2 വേർഡ്സ് അമ്മേ വാ, അമ്മേ ഐസ്ക്രീം, അങ്ങനെയുള്ള 2 വേർഡ്സ് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇത്രയും എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വൊക്കാബുലറി കുറവാണ്. ഇനിയും ഉണ്ടല്ലോ ടൈം. 3 year ആകാനുള്ള ടൈം ഉണ്ട്. അപ്പൊ ഡെവലപ്പ് ആകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരുപോലെ നമ്മൾ ഈ ടേബിളിൽ പറയുന്ന കാര്യങ്ങൾ പറയണമെന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. കാരണം ചില കുഞ്ഞുങ്ങൾ നേരത്തെ തന്നെ വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ്സുകൾ പറയാനായിട്ട് തുടങ്ങും. ചില കുഞ്ഞുങ്ങൾ വൈകിയാണ് തുടങ്ങുക. അപ്പൊ അതിനകത്തൊക്കെ ഡിഫറൻസ് ഉണ്ടാകാം കേട്ടോ. ഓക്കെ. അപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് തന്നെ ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധമില്ല. വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്റെ മോനാണെങ്കിൽ 3 വയസ്സായി. 3 വയസ്സ് ജൂലൈ ആകുമ്പോ 3 വയസ്സാകും. പക്ഷെ അവൻ ഒന്നും അങ്ങനെ കാര്യങ്ങളൊന്നും പറയില്ല. ആകപ്പാടെ പറയുന്നതെന്ന് പറഞ്ഞാൽ മുട്ടായി വേണമെന്ന് മാത്രം പറയും. അത് മാത്രം തെളിച്ച് പറയും. വേറൊന്നും അങ്ങനെ ഒന്നും ക്ലിയർ ആവൂല. ആക്ഷനാണ് തോനെ. ഇത് ഉമ്മ വാപ്പ അങ്ങനെയൊക്കെ വിളിക്കും. അങ്ങനെ അല്ലാതെ സെന്റൻസ് ആയിട്ടൊന്നും പറഞ്ഞു തുടങ്ങിയില്ല. എന്റെ ചേച്ചീന്റെ മോൾക്കും 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഏട്ടന്റെ മോനും അതെ 2 വയസ്സ് കഴിഞ്ഞു. രണ്ടാളും ഒരേ സെയിം പ്രായം. പക്ഷെ മോള് നല്ലോണം സംസാരിക്കും, ചെക്കൻ തീരെ സംസാരിക്കൂല. മോള് സംസാരിക്കണ പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ലോണം മനസ്സിലാവും ചെയ്യും. അതും അവൾക്ക് എല്ലാം ഈ പറഞ്ഞ മാതിരി എല്ലാം അറിയാനുള്ള ഇതെന്താ അതെന്താ അതെന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മാം ശരിയാണ്, ചില കുട്ടികൾ അങ്ങനെയാണ് മാം. ഇപ്പോ എന്റെ ബ്രദറിന്റെ കുട്ടികളുടെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മൂത്ത ആള് 8 month കഴിഞ്ഞപ്പോ തന്നെ എല്ലാ സിംഗിൾ വേർഡ്സ് ഒക്കെ പറയാൻ തുടങ്ങി. രണ്ടാമത്തെ ആള് 3 years കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടില്ലായിരുന്നു. ആകെ ഗാഗ എന്നുള്ള ഒരു സൗണ്ട് മാത്രമേ അവള് പറയൂ, ഒന്നും മിണ്ടില്ല. കാരണം ചെറുപ്പത്തിലെ കുട്ടിക്ക് പല്ല് വന്നിരുന്നു. 3 month ആയപ്പോഴേ 3-4 പല്ല് വന്നിരുന്നു. അപ്പോൾ കാണുന്നവരൊക്കെ പറഞ്ഞു പല്ല് ആദ്യമേ വരുന്ന കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ ചിലര് പറയലുണ്ട്. അപ്പോൾ ഇവളൊട്ട് സംസാരിച്ചിരുന്നില്ല. പക്ഷെ 4 വയസ്സായപ്പം കുട്ടി അത്രയും നാള് മൈൻഡിൽ സ്റ്റോർ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും അടക്കം സംസാരിച്ചു. അപ്പൊ ഈ വർഷം ഇപ്പൊ സ്കൂളിൽ പോകാൻ പോവും.
അതുപോലെ മിസ്സേ എന്റെ വീടിന്റെ അടുത്ത് ഒരു കുട്ടിയുണ്ട്. ഏകദേശം 3 വയസ്സ് കഴിഞ്ഞു. ഈ ഒക്ടോബറിൽ 3 വയസ്സ് കഴിഞ്ഞതാ. അംഗൻവാടി പോണ്ട്. പക്ഷെ അവ ഇപ്പോഴും സംസാരം ഭയങ്കര കുറവാ. ഒരു 1.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പഠിച്ച. പിന്നെ അതുപോലെ 2 വയസ്സിന് ശേഷം 2-2.5 വയസ്സ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മാന്ന് പോലും കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് എന്തിനും ആക്ഷനാ. ചൂണ്ടിക്കാണിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രത്യേക സൗണ്ട് കുട്ടി ഉണ്ടാക്കും. പക്ഷെ ഈവൻ അമ്മാന്ന് പോലും അവൻ വിളിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവര് ഒരു 2.5 വയസ്സിന് ശേഷം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കുട്ടിയെ അപ്പൊ എന്റെ വീട്ടില് എനിക്ക് 2 കുട്ടികളാ. അവനെ ഇങ്ങോട്ട് കൊടുന്ന് കളിപ്പിക്കാൻ നേരത്തും അവർ ഓടി വന്നതും അവന്റേതായ ഒരു ലോക. ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് കളിക്കുക, അങ്ങനെയൊക്കെയാ. വീട്ടിൽ വന്ന് കാണാൻ ഓടി പോയിട്ട് എന്തേലും കളിപ്പാട്ടോ എന്തിനേലും ഒക്കെ വേഗം ആക്റ്റീവ് ആവും. എന്നിട്ട് പിന്നെ എന്റെ മക്കളാണെങ്കിൽ ഫുള്ള് സംസാരവും ഭയങ്കര വികൃതിയാ. അവരുടെ കൂടെ ഒന്നും കൂടുകയൊന്നും ചെയ്യില്ല. കുട്ടി അവനാണെങ്കിൽ ഇങ്ങനെ ഫുള്ള് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കണേ. ഇപ്പൊ അവൻ എന്താണ് സ്പീച്ച് തെറാപ്പീനെ കണ്ടിട്ട് അങ്ങനെ ശരിക്കും ആയിട്ടില്ല എങ്കിലും അമ്മ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അതുപോലെ ചൂണ്ടിക്കാണിക്കുന്നതിന് സൗണ്ട് വ്യത്യാസം കാണിക്കാൻ തുടങ്ങി. പിന്നെ 1, 2 എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അംഗൻവാടിക്ക് പോകുന്നുണ്ട്. 2-3 സ്പീച്ച് തെറാപ്പീനെ കാണിക്കുന്നുമുണ്ട്. ഓക്കെ, then അടുത്ത നമുക്ക് നോക്കാം 3 to 4 years. ആരാണ് വായിക്കുക? 3 to 4 years. അഞ്ജലി രഞ്ജിത്ത് ഒന്ന് വായിക്കാമോ? അഞ്ജലി. ഓക്കെ, ഞാൻ തന്നെ പറയാം. നോക്കിക്കോളൂ കേട്ടോ. ഗ്രൂപ്പ്സ് ഒബ്ജെക്ട്സ് സച്ച് ആസ് ഫുഡ് ഓർ ക്ലോത്ത്സ്, ഐഡന്റിഫൈസ് കളേഴ്സ്, uses most speech sounds but may distort some of the more difficult sounds such as l, r, ch, y, b, s, t. These sounds may not be fully mastered until age 7 or 8. Uses consonants in the beginning, middle and ends of words. Some of more difficult consonants may be distorted, but attempts to say them. Strangers are able to understand much of what is said, able to describe the use of objects such as fork or car, has fun with language, enjoys poems and recognize language abstrusities such as is that an elephant on your head, expresses ideas and feelings rather than just talking about the word around him or her, uses verbs that end in ing such as walking or talking, answers simple questions such as what do you when you are hungry, repeats sentences. Okay, 3 to 4 years ആണ്. അതായത് ഇതിനകത്ത് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഗ്രൂപ്പ്സ് ഒബ്ജെക്ട്സ് സച്ച് ആസ് ഫുഡ്സ് ഓർ ക്ലോത്ത്സ്. അതായത് ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ക്ലോത്ത്സ് വസ്ത്രങ്ങള് ഇവയെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാല് ആപ്പിള്, ഗ്രേപ്സ്, ഓറഞ്ച്, വാട്ടർ ലെമൺ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് അത് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അല്ലെങ്കിൽ അത് ഫ്രൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ഇത് വെജിറ്റബിൾസ് ആണ്, അല്ലെങ്കിൽ ചോറാണ്, ഫിഷ് കറിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണത് ഈ ഒരു 3 to 4 years എന്ന് പറയുന്നത്. പിന്നെ ക്ലോത്ത്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ അതായത് അവരുടെ പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത് ഫോർക്കാണ്, അല്ലെങ്കിൽ അത് കുഞ്ഞുടുപ്പാണ്, അല്ലെങ്കിൽ പട്ടുപാവാടയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അത് അവരുടെ ഡ്രസ്സാണ്. അവരുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. വലിയവരുടെ ഡ്രസ്സാണെങ്കിൽ വലിയവരുടെ ഡ്രസ്സിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ പല രീതിയിലുള്ളത് ഭക്ഷണമാവാം അല്ലെങ്കിൽ വസ്ത്രമാവാം, അവയെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ കളേഴ്സ് തിരിച്ചറിയുന്നു. കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും. ഗ്രീൻ ഉണ്ടാവാം, യെല്ലോ ഉണ്ടാവാം, റെഡ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കളേഴ്സ് ഏത് കളേഴ്സ് ആണെങ്കിലും അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ ബുക്ക് കൊടുക്കുവാണെങ്കിൽ, ഇപ്പൊ അംഗൻവാടിയിലൊക്കെ പോകുന്ന സമയമാണല്ലോ ഈ സമയം എന്ന് പറയുന്നത്. നമ്മൾ ഡ്രോയിങ് ബുക്ക് കൊടുക്കുവാണെങ്കിൽ ആനയെ വരയ്ക്കാനും അല്ലെങ്കിൽ പാരറ്റിനെ വരയ്ക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതവര്
വരച്ചിട്ടില്ലെങ്കിൽ പോലും അതിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ അതിന് ഇന്ന കളറാണ്, ആനയ്ക്ക് കറുത്ത കളറാണ്, അല്ലെങ്കിൽ പാരറ്റിന് പച്ച കളറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ ചില സൗണ്ടുകൾ ഉപയോഗിക്കുന്നു. അതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സൗണ്ട്സ് ഒക്കെ കുട്ടി പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സൗണ്ട്സ് ആണ്. ഈ പറയുന്ന സൗണ്ട്സ് ഒക്കെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ് കുട്ടികൾക്ക് പറയാനായിട്ട്. എന്നാലും അവരെന്ത് ചെയ്യുന്നത് പറയാനായിട്ട് തുടങ്ങുന്നു. ഒരു 7 അല്ലെങ്കിൽ 8 വയസ്സ് വരെ ചിലപ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല. എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, അവരത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺസണന്റ് സൗണ്ട്, എന്താ പറയാ, ഫസ്റ്റ് മിഡിൽ ലാസ്റ്റ് ഒരു വേർഡ് സെന്റൻസ് അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ അതിന്റെ മിഡിൽ ലെറ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് ലെറ്റർ ചിലപ്പോൾ അവർക്ക് കിട്ടിയെന്ന് വരില്ല. വവൽ സൗണ്ട് ഒക്കെയാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നം ഉണ്ടായെന്ന് വരാം കുട്ടികളിൽ. എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, അവരത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രായത്തിൽ പറയുന്ന ഓരോ വാക്കുകളും സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാക്കുന്നു. പുറത്തുനിന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും കുട്ടികള് പറയാം. പിന്നെ അതുപോലെ തന്നെ ഫോർത്ത്, കാറ് പോലുള്ള വസ്തുക്കളെ കണ്ടാൽ അതിനെ വിവരിക്കാനായിട്ട് കഴിയും. ഇപ്പോ എന്താ പറയാ, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഡിഫറെന്റ് ആണ്. ആൺകുട്ടികൾക്ക് എപ്പോഴും JCB അങ്ങനെയുള്ള എന്താ പറയാ വാഹനങ്ങളോടൊക്കെ കൂടുതൽ ക്രേസ് ഉണ്ടാവാം. കാറ്, ബൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. പെൺകുട്ടികൾക്ക് നേരെ തിരിച്ചാണ്. അവർക്ക് ഡോളുകളോടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങള്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങള്, അതിനൊക്കെ ആയിരിക്കും കൂടുതൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴും, ഇപ്പോ ഉത്സവപ്പറമ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ ആന വന്നാലോ അല്ലെങ്കിൽ അവിടെ വലിയ വലിയ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലോ ആൺകുട്ടികളെയാണ് അത് പ്രത്യേകമായിട്ട് കാണിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് അതിന് വിവരിക്കാനായിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണത് ഈ ഒരു 3 to 4 years എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് എൻജോയ് ചെയ്ത് പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇസ് ദാറ്റ് ആൻ എലിഫന്റ് ഓൺ യുവർ ഹെഡ്? നിങ്ങളുടെ തലയിൽ ആനയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ എന്താണുള്ളത്? അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ചില ലാംഗ്വേജ് അല്ലെങ്കിൽ ചില വേർഡ്സുകൾ പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, അവരുടെ ഐഡിയാസും ഫീലിങ്സും അവരെന്ത് ചെയ്യുന്നുണ്ട്, വേർഡ്സിലൂടെ പറയാനായിട്ട് തുടങ്ങും. അവർക്ക് വിഷമം വന്നാലോ അവർക്ക് സന്തോഷം വന്നാലോ അവരുടെ ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് എന്താണ്, അത് വാക്കുകളായിട്ട് പുറത്തു വരാനായിട്ട് തുടങ്ങും. ഓക്കെ. പിന്നെ ING വെർബിൽ ആരംഭിക്കുന്ന ചില വാക്കുകൾ, ING ഫോമില് അവസാനിക്കുന്ന ചില വേർഡ്സുകൾ പറയാനായിട്ട് തുടങ്ങുന്നു. ഫോർ എക്സാമ്പിൾ വാക്കിംഗ്, ടോക്കിംഗ്, ഇതൊക്കെ എന്താണ് ING ഫോമിലാണ് അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ പറയാനായിട്ട് തുടങ്ങുന്നു. ദെൻ അതുപോലെ തന്നെ എന്താ പറയാ, വിശക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള എന്താ പറയാ, വാട്ട് ഡു യു വെൻ യു ആർ ഹംഗ്രി, വിശക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് 3 to 4 years എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആണോ? Yes, ma'am. എഴുതിയോ അത്? 3 to 4 years എഴുതിയായിരുന്നോ? എഴുതി മിസ്. 4 to 5 years എന്ന് വായിച്ചാരെങ്കിലും? ഞാൻ വായിക്കാം. ആ, Understand spatial concepts such as behind or next to. Understand complex question. Speech understandable but make mistake pronouncing long, difficult or complex words such as hippopotamus. Use some irregular past tense verbs such as ran or fell. Describes how to things such as painting a picture. List items that belong in a category such as animals or vehicles. Answers why questions.
അതായത് അണ്ടർസ്റ്റാൻഡ് സ്പെഷ്യൽ കൺസെപ്റ്റ് സച്ച് ആസ് ബിഹൈൻഡ് ഓർ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തത് അല്ലെങ്കിൽ പിന്നിലുള്ള അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ്, സങ്കീർണമായ അതായത് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രായം. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് പോലുള്ള അതായത് ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വേർഡുകളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ വാക്കുകളൊക്കെ പറയാനായിട്ട്. അത് പിന്നെ പറഞ്ഞ യൂസ് ദ നെയിം ഇറഗുലർ പാസ്റ്റ് ടെൻസ് വെർബ് സച്ച് ആസ് റാൻ ഓർ ഫെല്ല്, ഓടി അല്ലെങ്കിൽ വീണത് പോലുള്ള ചില അങ്ങനെയുള്ള ഭൂതകാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അത്. പിന്നെ പടം വരയ്ക്കാനും പെയിന്റ് പിക്ചേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉള്ള പ്രായമായില്ലേ 4 തുടങ്ങി 5 പോലെ. പിന്നെ ലിസ്റ്റ് ഐറ്റംസ് ആൻഡ് ബിലോങ്ങിങ് കാറ്റഗറി സച്ച് ആസ് ആനിമൽസ് ഓർ വെഹിക്കിൾസ്, വാഹനങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങൾ പോലുള്ള ആ വിഭാഗത്തിൽപ്പെടുന്ന ഇനങ്ങളെയൊക്കെ തിരിച്ചറിയാനും. പിന്നെ ആൻസേഴ്സ് ലൈക്ക് ക്വസ്റ്റ്യൻ, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം വ്യക്തമായിട്ടൊക്കെ പറയാനൊക്കെ അവർക്ക് കഴിയും. അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. എന്നിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് PDF പോകാം. സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സൈൻ ഔട്ട് ചെയ്യുന്നേ. സൽമ. ഇന്ന് മിസ് എടുത്തത് യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. അതിലൊരു മൈൽ സ്റ്റോൺ റിലേറ്റഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, അതിന്റെ ഒരു ടേബിള് ഓരോ കുഞ്ഞിന്റെയും ഓരോ ഘട്ടത്തിലാണ് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലുണ്ടാവുന്ന അവരുടെ സംസാരത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ അത് എല്ലാവരെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിച്ചു. കുറച്ച് പേര് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ 3 to 4 years വരെ ഉള്ളതാണ് നമുക്ക് എടുത്തത്. ഇത്രയൊക്കെയുള്ള എല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. കുറച്ചും കൂടി നിങ്ങൾ ആക്റ്റീവ് ആകണം കേട്ടോ. വളരെ കുറച്ചു പേര് മാത്രമേ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആവില്ല. അവർക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും, ഞങ്ങൾ മാത്രമാണല്ലോ എല്ലാം പറയുന്നതെന്ന്. അങ്ങനെ ഒരിക്കലും വരരുത്. പേര് വിളിക്കുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് പോവാ കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ് ഫാസ്റ്റ് ആണ് കുറച്ചും കൂടി മറ്റുള്ളവരെക്കാളും. കാരണം നിങ്ങൾ പറയുന്നത് കുറവാണ്. ഓക്കെ, അപ്പൊ വേഗം ഫാസ്റ്റിൽ ഇങ്ങനെ എടുത്തു പോവാണ്. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല ഒരിക്കലും. നിങ്ങളുടെ കൂടി എൻകറേജിങ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് തുടങ്ങിയാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.